കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബറിന് സമീപം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ കൃത്രിമ പാരു പദ്ധതി വിജയത്തിലേക്ക്. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ ഭാഗമായി 7.5 കോടി രൂപ ചെലവിലാണ് മഞ്ചേശ്വരം ശിറിയ തീരങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ ഭാഗമായി 7.5 കോടി രൂപ ചെലവിലാണ് മഞ്ചേശ്വരം ശിറിയ തീരങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമായും കൂന്തലുകളുടെ ലഭ്യതയിൽ വലിയ വർധനവുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പദ്ധതിയുടെ ഭാഗമായി കടലിൽ നിക്ഷേപിച്ച 150 കോൺക്രീറ്റ് ബ്ലോക്കുകളിൽ ഇപ്പോൾ മത്സ്യങ്ങളുടെ വലിയ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടതായാണ് കണ്ടെത്തൽ. ഇതിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. സമുദ്ര മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം നശിച്ചുപോകുന്ന പ്രകൃതിദത്ത പവിഴപ്പുറ്റുകൾക്ക് പകരമായാണ് ഈ മനുഷ്യനിർമ്മിത സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ നിർമ്മിച്ച വ്യത്യസ്ത ആകൃതിയിലുള്ള 150 ബ്ലോക്കുകൾ കടലിനടിയിൽ ഒരു മത്സ്യ കോളനി തന്നെ സൃഷ്ടിക്കുന്നു. അയല, ചൂര, കൊഞ്ച്, വിവിധ തരം ചെമ്മീനുകൾ എന്നിവയുടെ പ്രജനനത്തിനും ആഹാര സമ്പാദനത്തിനും ഈ പാരുകൾ സുരക്ഷിതമായ ഇടമൊരുക്കുന്നു. 10 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ള പ്രദേശത്താണ് ഇവ നിക്ഷേപിച്ചിരിക്കുന്നത്. ആൽഗകൾക്കും മറ്റും വളരാൻ അനുയോജ്യമായ പ്രതലമാണ് ഈ കോൺക്രീറ്റ് നിർമ്മിതികൾ നൽകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ഈ കൃത്രിമ പാരുകൾ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എൻ ഷിനാസ് അറിയിച്ചു. അനധികൃത മീൻപിടുത്തം തടയാനും മത്സ്യങ്ങളുടെ സ്വാഭാവിക പ്രജനനം ഉറപ്പാക്കാനും ഈ പദ്ധതി വഴി സാധിക്കും. സംസ്ഥാനത്തെ മത്സ്യ ഗ്രാമങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതി അഥവാ സംയോജിത ആധുനിക മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ശിറിയ മത്സ്യഗ്രാമത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏകദേശം 7.5 കോടിയുടെ പദ്ധതികളാണ് ശിറിയ മത്സ്യഗ്രാമത്തിൽ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ റീഫ് ഇൻസ്റ്റാളേഷൻ പദ്ധതി. ഏകദേശം 150ഓളം ആർട്ടിഫിഷ്യൽ റീഫുകളാണ് കഴിഞ്ഞ ഡിസംബർ മാസം നമ്മൾ ശിറിയ, അതായത് നമ്മുടെ ഹാർബറിനോട് ചേർന്നിട്ടുള്ള 4 നോട്ടിക്കൽ മൈലിനുള്ളിലുള്ള കടലിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 31 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. കേരള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേനയാണ് നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ റീഫ് പദ്ധതിയെ മനസ്സിലാക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.